മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ അമ്മ വഴി ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അമ്മയോട് ചേർന്ന് ഈ ദിവസം ജീവിക്കുന്നതിനുള്ള എല്ലാ കൃപകളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ 5ഉം 6ഉം തിരുവചനങ്ങളില് നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ 5ഉം 6ഉം തിരുവചനങ്ങളില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ദേവാലയത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് ചിലര് സംസാരിക്കുമ്പോൾ ഈശോ അവരോട് പറയുകയാണ്, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന്. ജെറുസലേം ദേവാലയത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ പറയാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന്. പിന്നീട് ഗ്രീക്കുകാരുടെ ആക്രമണത്തില് ജെറുസലേം ദേവാലയം നശിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മനോഹാരിത അത് നശിച്ചു പോകുന്നതാണ്. ലോകത്തിലുള്ളതെല്ലാം നശിക്കുമെന്നുള്ള വചനം ഈശോനാഥൻ ഇന്ന് വീണ്ടും നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. ഈ ലോകത്തിൽ തങ്ങി നിൽക്കേണ്ടവരല്ല നമ്മള്. ഈ ലോകത്തിന്റെ മനോഹാരിത മുഴുവനും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും. ലോകത്തിന്റെ മനോഹാരിതയിലേക്ക് നമ്മൾ നോക്കാറില്ലേ? ലോകത്തിന്റെ മോഹങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്താറില്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നാശമടയുന്നതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ മനോഹാരിതയിലേക്ക് നോക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. ദേവാലയത്തിൽ പുറമേയുള്ള അലങ്കാരങ്ങളോ ദേവാലയത്തിന്റെ മറ്റ് അലങ്കാരങ്ങളോ മനോഹാരിതയിലേക്കോ അല്ല നമ്മൾ നോക്കേണ്ടത്. ദേവാലയത്തിന്റെ ഉള്ളിൽ വസിക്കുന്നവനായ ദൈവത്തെയാണ്. ഈ ദേവാലയത്തിന്റെ മനോഹാരിതയ്ക്ക് കാരണക്കാരനാരാ? ദൈവമല്ലേ? ആ ദൈവത്തെങ്കിലേക്ക് നോക്കാതെ ദേവാലയത്തിന്റെ പുറംമോടിയെ നോക്കി രസിച്ചു നിൽക്കുന്നവര് നാശത്തിന്റെ വഴികളിലേക്ക് പോകുമെന്ന് ഈശോ കൃത്യമായിട്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. ദേവാലയത്തിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ, ഈ ദേവാലയത്തിന്റെ കാരണക്കാരൻ അത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നല്ല വീട് നമുക്കുണ്ടായിരിക്കാം, അതിന്റെ മനോഹാരിതയെ നമ്മൾ നോക്കി നിൽക്കും. നല്ല ചുറ്റുവട്ടങ്ങളെ, അതിന്റെ മനോഹാരിതയെ നമ്മൾ നോക്കി നിൽക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതിന്റെ കാരണക്കാരനായ ദൈവത്തെ നമ്മൾ നോക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്തിനെ ഓർത്ത്, സൗഭാഗ്യങ്ങളെ ഓർത്ത്, ജീവിതത്തിന്റെ ഉയർച്ചകളെ ഓർത്ത് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കും. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ, ഭൗതിക സൗഭാഗ്യങ്ങളുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഇതിന്റെ കാരണക്കാരനായ ദൈവത്തെങ്കിലേക്ക് നമ്മൾ എത്രമാത്രം നോക്കുന്നുണ്ട്? ഈ സമ്പത്തിന്റെയും സൗഭാഗ്യങ്ങളുടെയും കാരണക്കാരൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മ നോക്കിയത് മുഴുവനും തന്നെ സൃഷ്ടിച്ചവനും തനിക്ക് സൗഭാഗ്യങ്ങൾ നൽകിയവനുമായ ദൈവത്തെങ്കിലേക്കാണ്. കാരണക്കാരനിലേക്കാ പരിശുദ്ധ അമ്മ നോക്കിയത്. കാരണക്കാരനെ അമ്മ അന്വേഷിക്കുക, കാരണക്കാരന്റെ വഴിയെ അമ്മ നടക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയെ പോലെ നമുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കാരണക്കാരൻ, നമുക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്ന കാരണക്കാരൻ, നമുക്കെല്ലാം നൽകുന്നവനായ ദൈവം, അവനിലേക്ക് നോക്കാം, അവന്റെ വഴിയിലൂടെ സഞ്ചരിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് അമ്മമാതാവിന്റെ മധ്യസ്ഥ അപേക്ഷിച്ച് നമ്മുടെ ജീവിതങ്ങളെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഇവരെ പരിപാലിക്കണമേ. കർത്താവെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചികാരൂപികളുടെ പ്രവർത്തനങ്ങൾ നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.